നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലേ? നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചോ? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് മേഘ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. എറണാകുളത്തുള്ള ഷോപ്പാണ് കേട്ടോ മേഘ എന്നുള്ള ഷോപ്പ്. എനിക്ക് തോന്നുന്നു എറണാകുളം ബ്രോഡ്വേയിൽ നമ്മൾ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയെങ്കിലും അല്പമെങ്കിലും സപ്പോർട്ടീവായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തത് ഈ മേഘ എന്ന് പറയുന്ന ഇമിറ്റേഷൻ ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. അവർക്ക് ഓൺലൈൻ സെയിൽ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് പർച്ചേസിൽ അവർ മാന്യമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ പ്രോഡക്റ്റ് കാണാനും ഒക്കെ നമ്മളെ അലോ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ വാങ്ങിച്ച സമയത്ത് അവർക്ക് മിനിമം പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ നമ്മൾ എറണാകുളം ബ്രോഡ്വേയിലുള്ള മറ്റു പല ഷോപ്പിലും ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പിലോട്ട് കയറണമെങ്കിൽ തന്നെ അവർ നമ്മളോട് പറയും ഇവിടെ മിനിമം പർച്ചേസ് ഇത്ര രൂപയാണ്, പ്രോഡക്റ്റ് കാണാനൊന്നും പറ്റത്തില്ല, ഇത്ര രൂപയ്ക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം. നമ്മൾ അവരുടെ പ്രോഡക്റ്റ് എന്തോ അടിച്ചു മാറ്റാൻ ചെല്ലുന്ന പോലെ ആയിരുന്നു പല ഷോപ്പിലെയും പെരുമാറ്റം കേട്ടോ. എന്നാൽ നമുക്ക് അല്പമെങ്കിലും സപ്പോർട്ട് തന്നത് ഈ ഒരു മേഘ എന്ന് പറയുന്ന ജ്വല്ലറിയാണ്. അത് നമ്മൾ എന്നും ഓർക്കും കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ സത്യം പറഞ്ഞാൽ ആ ഒരു ഷോപ്പുകാർ നമുക്ക് ഇങ്ങനെ ഒരു പെരുമാറ്റം തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഞങ്ങളുടെ ഒരു ബിസിനസ് ഇന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ജ്വല്ലറിയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അവർ ഒട്ടും കുറച്ച് അന്ന് വെച്ചാൽ അവരങ്ങനെ ഓൺലൈനായിട്ടുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു വീഡിയോ കാണത്തൊന്നുമില്ല. അപ്പം മേഘ എന്ന് പറയുന്ന ജ്വല്ലറിയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നത്. അപ്പോൾ അവിടെ നിന്ന് വെറും 2000 രൂപയ്ക്ക് മാത്രമാണ് നമ്മൾ ജ്വല്ലറി ആദ്യം വാങ്ങിച്ചത്. അന്ന് എടുത്ത ആ 2000 രൂപയുടെ പ്രോഡക്റ്റ് വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും മേഘയിൽ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ കുറച്ച് നാളെ നമ്മൾ മേഘയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് ഈ ഒരു എറണാകുളത്ത് നിന്ന് എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ സെയിം ഡിസൈനിലുള്ള അല്ലെങ്കിൽ സെയിം മോഡലിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ജ്വല്ലറി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ എറണാകുളത്തുള്ള മറ്റൊരു ഷോപ്പുകാർ സപ്പോർട്ട് തരുന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി മേഘയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും എടുത്തു. അവരുടെ വലിയ ഷോപ്പാണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വിൽറ്റു. ഒരുപാട് കസ്റ്റമേഴ്സ് മറ്റ് പ്രോഡക്റ്റ് ചോദിക്കുന്നുണ്ട്. ഹാൻഡ് ഇന്റർനാഷണൽ, സിമ്പിൾ ആയിട്ടുള്ള, ഹെവി ആയിട്ടുള്ള, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ ജ്വല്ലറി ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത് നമ്മുടെ ഡ്രസ് കാറ്റഗറി ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡ്രസ് ബിസിനസ് ഫോക്കസ് ചെയ്തു. അങ്ങനെ ജ്വല്ലറി ബിസിനസ് പതുക്കെ നമ്മൾ താഴോട്ട് വിടുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ പിന്നീട് ഒരു മൊമെന്റിൽ നമുക്ക് തോന്നി ഈ ഒരു ബിസിനസ്സിനെയും ജ്വല്ലറി ബിസിനസ്സിനെയും എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യം ആ ജ്വല്ലറി വിറ്റ് കിട്ടിയ എമൗണ്ട് ഫുൾ എടുത്തിട്ട് ഞങ്ങൾ നമ്മളുടെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റിലും പോയി അവിടെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ജ്വല്ലറിനെ കുറിച്ച് പഠിച്ച് റിസർച്ച് നടത്തി ഓരോരോ വെറൈറ്റി ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അവർ വഴി ഓൺലൈൻ ഡീലിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീണ്ടും വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് മാർക്കറ്റിൽ പോയി, ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് നല്ല രീതിയിൽ ജ്വല്ലറിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ഇപ്പോൾ ഏകദേശം ഒരു മാസം 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് നമുക്ക് നമ്മളുടെ ജ്വല്ലറി ബിസിനസ്സിനെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു പരാജയത്തിൽ നിന്ന് പഠിച്ചത്, എവിടെയൊക്കെയാണ് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത്, അത് വിസിറ്റിംഗ് കാർഡ് അടക്കം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ട്രെയിനിങ് എടുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്രയും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ ആദ്യം തന്നെ നിങ്ങൾ അത്രയും ഒരു കഷ്ടപ്പാടില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നിന്നാണ് ജ്വല്ലറി എടുക്കുന്നതെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്കൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മളുടെ ഇവിടെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് പോസിബിൾ അല്ല. എന്നാൽ നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രോഡക്റ്റ് എടുത്തിട്ട് മറ്റ് യാതൊരു ഇടനിലക്കാരും ഇല്ലാതെ ഞങ്ങൾ നിങ്ങളിലോട്ട് തന്നെ പ്രോഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ജ്വല്ലറി ഐറ്റംസും വാങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയാണ് ജ്വല്ലറി ഐറ്റംസ് നമ്മൾ വിൽക്കുന്നത്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ മുന്നോട്ടും എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു സപ്പോർട്ടൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.